സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം യോഗത്തിൽ പ്രധാന വേദിയെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം. യോഗത്തിൽ പ്രധാന വേദി മാനാഞ്ചിറയെന്ന് പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് യോഗത്തിന് ശേഷം തീരുമാനം മാറ്റേണ്ടി വന്നു. സംഘാടക സമിതി ചെയർമാൻ ആരാകണമെന്നതിനെ ചൊല്ലിയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായി മാനാഞ്ചിറയെയും സംഘാടക സമിതി ചെയർമാനായി മന്ത്രി എം.കെ. മുനീറിനെയും വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. ഈ വർഷവും മാനാഞ്ചിറ തന്നെ ആക്കണം എന്നുള്ളതാണ് പൊതുവെ വന്നിട്ടുള്ള ഒരു മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും പ്രധാന വേദിയെ ചൊല്ലി ആശയക്കുഴപ്പം തീർന്നില്ല. യോഗത്തിന് ശേഷം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച. മാനാഞ്ചിറ പ്രധാന വേദിയാക്കി അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി മാറ്റി പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ മാനാഞ്ചിറ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും മാനാഞ്ചിറ നമ്മൾ മാറ്റി വേറെ വേദികൾ കണ്ടെത്തും. ആ വേദിയിൽ അവിടുത്തെ ആ ലോക്കൽ MLA ആരാണോ അവർ ചെയർമാനായിട്ട് മാറും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി എ. പ്രദീപ് കുമാറിനെ തിരഞ്ഞെടുത്തു. മുനീറിന് പകരം പ്രദീപ് കുമാറിനെ സംഘാടക സമിതി ചെയർമാനാക്കണമെന്ന ആവശ്യവും ഉയർന്നു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് മുനീറും പ്രദീപ് കുമാറും പറഞ്ഞു. ആര് ചെയർമാൻ എന്നുള്ളതല്ല, ഞാനും പ്രദീപ് കുമാറും കോഴിക്കോട് MLA നിലയ്ക്ക് ചെയർമാനോ എന്തോ എന്നുള്ളതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഇത് വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു ക്രൈസിസ് വന്ന സമയത്ത് വിശ്വസിച്ചേൽപ്പിക്കുകയാണ് കോഴിക്കോടിനെ. അതുകൊണ്ട് അതിനൊരു കോട്ടവും തട്ടാതെ ഏറ്റവും ഗംഭീരമായിട്ട് അത് വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കോഴിക്കോട്ടുകാർക്കെല്ലാം ഉണ്ട്. യോഗത്തിലേക്ക് കോഴിക്കോട്ടെ കലാ സാംസ്കാരിക പ്രമുഖരെ വിളിച്ചില്ലെന്നും ചില രാഷ്ട്രീയ പാർട്ടികളെ അവഗണിച്ചുവെന്നുമുള്ള പരാതികളും ഉയർന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.